ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ജോഗ്രഫിയാണ്. SCERT ജോഗ്രഫി 9ാം ക്ലാസ്സിലെ സർവവും സൂര്യനാൽ എന്ന ഒന്നാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മേഘങ്ങളെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പ്രസ്താവന രൂപത്തിലൊക്കെ. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ചിത്രമാണ്. ഇതിൽ 2015 ഡിസംബർ 1, അതുപോലെ 2015 ജൂൺ 1. അപ്പം 2 മാസം, ഒരേ വർഷത്തിൽ 2 മാസങ്ങളിലെ പല സ്ഥലങ്ങളിലായിട്ടുള്ള താപനിലയിലുള്ള വ്യത്യാസമാണ് കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നല്ല, എവിടെയാണേലും ഭൂമിയിൽ പല പ്രദേശങ്ങളിലും പല താപനിലയായിരിക്കും അനുഭവപ്പെടുന്നത്. പ്രദേശത്തിൻ്റെയും കാലത്തിൻ്റെയും വ്യത്യാസങ്ങൾക്കനുസരിച്ച് താപനിലയിൽ മാറ്റമുണ്ടാകും. ഇതിനുള്ള കാരണങ്ങൾ, അതുപോലെ ഈ വ്യത്യാസങ്ങൾ മൂലമുണ്ടാകുന്ന വിവിധ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, സൂര്യനാണ് ഭൂമിയുടെ ഊർജ്ജ സ്രോതസ്സ്. സൗരോർജ്ജമാണ് എല്ലാത്തിൻ്റെ ഒരു അടിസ്ഥാനം. സസ്യങ്ങൾക്ക് ആഹാരം പാകം ചെയ്യാനും, പിന്നീട് സസ്യങ്ങളെ ആശ്രയിച്ചാണ് ഒരു ഫുഡ് വെബ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് സസ്യങ്ങളാണ്. അപ്പം ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് സൗരോർജ്ജമാണ്. ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് ഈ സൗരോർജ്ജം ഭൂമിയിലേക്ക് എത്തുന്നത്. ഇതിനെ സൗരവികിരണം എന്നാണ് വിളിക്കുന്നത്. സൗരവികിരണം അല്ലെങ്കിൽ ഇൻസൊലേഷൻ എന്നാണ് സൗരവികിരണത്തിൻ്റെ ഇംഗ്ലീഷ്. അപ്പം ഹ്രസ്വ തരംഗങ്ങളായിട്ട് സൗരോർജ്ജം ഭൂമിയിൽ എത്തുന്നു. ഇതിനെ സൗരവികിരണം എന്ന് വിളിക്കുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ ഈ ഒരു ഊർജ്ജപ്രവാഹം ഭൂമിയിലേക്ക് ഉണ്ടാകും. ഇത് കാരണം ഭൗമോപരിതലം ചൂടുപിടിക്കും. തുടർന്ന് ഭൗമോപരിതലത്തിൽ നിന്ന് വിവിധ പ്രക്രിയയിലൂടെ അന്തരീക്ഷത്തിലേക്ക് താപം വ്യാപിക്കുകയാണ് ചെയ്യുക. ഇനി അന്തരീക്ഷ താപന പ്രക്രിയകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ചിത്രങ്ങൾ 4 രീതിയിലുള്ള താപവ്യാപന പ്രക്രിയകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. താപചാലനം, സംവഹനം, അഭിവഹനം, ഭൗമവികിരണം. അപ്പോൾ താപചാലനം എന്നാൽ എന്താ? ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്നു. ഭൗമോപരിതലത്തോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്നതിനെ താപചാലനം എന്ന് വിളിക്കുന്നു. ഇനി സംവഹനമാണെങ്കിൽ ചൂടായ വായു വികസിച്ച് ഉയരുന്നു. ചൂടായ വായു വികസിച്ച് ഉയരുന്നതിനെ സംവഹനമെന്നും, അഭിവഹനം എന്ന് വെച്ചാൽ കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നതിനെയാണ്. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നതിനെ അഭിവഹനം എന്നാണ് വിളിക്കുന്നത്. ഇനി ഭൗമവികിരണമാണെങ്കിലോ, ദീർഘതരംഗ രൂപത്തിൽ ഭൗമോപരിതലത്തിൽ നിന്ന് ശൂന്യാകാശത്തേക്ക് താപം മടങ്ങിപ്പോകുന്നതിനെയാണ് ഭൗമവികിരണം എന്ന് വിളിക്കുന്നത്. ദീർഘതരംഗ രൂപത്തിൽ ഭൗമോപരിതലത്തിൽ നിന്ന് ശൂന്യ ആകാശത്തേക്ക് താപം മടങ്ങിപ്പോവുകയാണെങ്കിൽ അതിനെ എന്താണ്? ഭൗമവികിരണം എന്നാണ് വിളിക്കുക. അപ്പോൾ ശൂന്യാകാശത്തേക്ക് താപം മടങ്ങിപ്പോകുന്നതിന് എന്താണ്? ഭൗമവികിരണം എന്നാണ് വിളിക്കുക. താപചാലനം, സംവഹനം, അഭിവഹനം ഈ പ്രക്രിയകൾ ഭൂമിയുടെ അടുത്ത അന്തരീക്ഷ ഭാഗങ്ങളാണ് സംഭവിക്കുന്നത്. എന്നാൽ ഭൗമവികിരണം എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? ദീർഘതരംഗ രൂപത്തിലുള്ളതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗ രൂപത്തിൽ ഊർജം ശൂന്യ ആകാശത്തേക്ക് വികിരണം ചെയ്യപ്പെടുന്നതിനെയാണ് ഭൗമവികിരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കുന്നത് താപസന്തുലനം. താപസന്തുലനം എന്താണ് എന്നാണ്. നമുക്കറിയാം, വരവ് ചെലവുകളുടെ തുലനത്തെ എന്താണ്? ബജറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. അതുപോലെ സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനത്തെ ഹീറ്റ് ബജറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഹീറ്റ് ബജറ്റ്? സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനമാണ് ഹീറ്റ് ബജറ്റ്. താപസന്തുലനം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൗരവികിരണം ഭൂമിയിലേക്ക് എത്തുന്നു. അതിനെ അന്തരീക്ഷം പ്രതിഫലിപ്പിക്കുന്നത് 35%. മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുന്നത് 14%. ഭൗമോപരിതലം ആഗിരണം ചെയ്യുന്നത് 51%. ഇനി ഭൗമവികിരണം എങ്ങനെയാണ്? നേരിട്ട് ശൂന്യാകാശത്തേക്ക് തിരിച്ചു പോകുന്നത് 17%. മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുന്നത് 34%. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഭൗമോപരിതലം ആഗിരണം ചെയ്യുന്നതിനെയാണ് പിന്നീട് ഭൗമവികിരണമായിട്ട് കുറച്ചെന്താണ് നേരിട്ട് ശൂന്യാകാശത്തേക്ക് പോകുന്നു, കുറച്ചെന്താണ് മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുന്നു. അപ്പോൾ ആ ഭൗമോപരിതലം ആഗിരണം ചെയ്യുന്നത് 51% എന്താണ്? 51%-ൽ 17% നേരിട്ട് ശൂന്യാകാശത്തേക്ക് തിരിച്ചു പോകുന്നുണ്ട്.
ബാക്കി 34% എന്താണ് മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്തരീക്ഷം ആഗിരണം ചെയ്തത് മൊത്തത്തിൽ എത്ര ശതമാനമാണ്? 34 + 14 48%. ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് ഇത്രയൊക്കെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സൗരോർജത്തിന്റെ അളവിനെ 100 യൂണിറ്റായി കണക്കാക്കി കഴിഞ്ഞാൽ, മൊത്തത്തിൽ 100 യൂണിറ്റാക്കി കണക്കാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 35 യൂണിറ്റ് എന്താണ് ഊർജ്ജം അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി തന്നെ പ്രതിഫലിക്കുന്നതിലൂടെ നഷ്ടമാകുന്നുണ്ട്. ബാക്കി 65 യൂണിറ്റിൻ്റെ കണക്ക് ഇനി പട്ടിക നോക്കി നമുക്ക് മനസ്സിലാക്കാം. അന്തരീക്ഷത്തിലും ഭൗമോപരിതലത്തിലും തട്ടി പ്രതിഫലിപ്പിച്ചു പോകുന്നത് 35 യൂണിറ്റ്, ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്നത് 51 യൂണിറ്റും പിന്നീട് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് 14 യൂണിറ്റും. അങ്ങനെ 65 യൂണിറ്റാണ് എന്ത് ഭൗമോപരിതലത്തിനും അന്തരീക്ഷത്തിനുമായി ആകെ ലഭിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത്. 35 യൂണിറ്റ് അങ്ങ് പോയി, ബാക്കി 65 യൂണിറ്റാണ്. ഇനി ഭൗമോപരിതലത്തിൽ നിന്ന് നേരിട്ടുള്ള ഭൗമവികിരണം എന്താണ്? 17 യൂണിറ്റാണ്. അന്തരീക്ഷത്തിൽ നിന്നുള്ള വികിരണം എന്ന് പറയുന്നത് 48 യൂണിറ്റുമാണ്. അങ്ങനെ ഭൗമോപരിതലത്തിനും തലവും അതുപോലെ അന്തരീക്ഷവും പുറന്തള്ളുന്ന ആകെ ഊർജ്ജം എന്ന് പറയുന്നത് 65 യൂണിറ്റാണ്. അപ്പോൾ ഭൗമോപരിതലത്തിലേക്ക് എത്തുന്ന മുഴുവൻ ഊർജവും വിവിധ മാർഗങ്ങളിലൂടെ ശൂന്യ ആകാശത്തേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് മനസ്സിലായി. ഹീറ്റ് ബജറ്റ് എന്ന ഈ ദൈനംദിന താപ സന്തുലന പ്രക്രിയയിലൂടെ ഭൗമോപരിതല താപം സന്തുലിതമായിട്ട് നിലനിർത്തപ്പെടുകയാണ് ചെയ്യുക. താപനില എന്നാൽ എന്ത് എന്ന് നോക്കാം. സൗരതാപനത്തിലൂടെയാണ് ഭൗമോപരിതലവും ഭൗമോപരിതലത്തിനടുത്തുള്ള അന്തരീക്ഷ ഭാഗവും ചൂടുപിടിക്കുന്നത്. അന്തരീക്ഷത്തിലെ താപത്തിൻ്റെ തീവ്രതയുടെ അളവിനെയാണ് എന്ത് താപനില എന്ന് വിളിക്കുന്നത്. അപ്പോൾ താപനില എന്നാൽ എന്താണ്? അന്തരീക്ഷത്തിലെ താപത്തിൻ്റെ തീവ്രതയുടെ അളവിനെയാണ് താപനില എന്ന് വിളിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്നത് എത്ര മണിക്കാണ്? ഉച്ചയ്ക്ക് 2 മണിക്കുള്ള അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഓർക്കും ഏറ്റവും കൂടിയ താപനില ഒരു ദിവസം കാണിക്കുന്നത് 12 മണിക്കാണ്, ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കുമെന്ന്. കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കുള്ള അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നാണ്. എന്നാൽ കുറഞ്ഞ താപനിലയാകട്ടെ ഉദയത്തിന് തൊട്ടു മുമ്പുമാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ആണ് ഏറ്റവും കുറഞ്ഞ താപനില അളക്കുന്നത്. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ എന്താണ് വിളിക്കുക? ദൈനിക താപാന്തരം അല്ലെങ്കിൽ ഡയർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്നാണ് വിളിക്കുക. അപ്പോൾ ഒരു ദിവസത്തെ കൂടിയ താപനില കുറഞ്ഞ താപനില ഇത് തമ്മിലുള്ള വ്യത്യാസത്തെ വിളിക്കുന്ന പേരാണ് ദൈനിക താപാന്തരം എന്ന്. ദൈനിക താപാന്തരം എങ്ങനെയാണ് കണക്കാക്കുക? കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. ഒരു ദിവസത്തെയാണ് പറയുന്നത്. ഒരു ദിവസം ഏറ്റവും കൂടിയ താപനില മൈനസ് ആ ദിവസത്തെ തന്നെ കുറഞ്ഞ താപനില. ഇനി ഒരു ദിവസത്തെ ശരാശരി താപനിലയെ ദൈനിക ശരാശരി താപനില എന്നാണ് വിളിക്കുക. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നാണ് വിളിക്കുക. ഇതെങ്ങനെ കണക്കാക്കാം? ദൈനിക ശരാശരി താപനില സമം കൂടിയ താപനില അധികം കുറഞ്ഞ താപനില ബൈ 2 ആണ് ചെയ്യുക. അപ്പം കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും ഒരു ദിവസത്തെ എടുക്കുക, അത് തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ് ദൈനിക ശരാശരി താപനില ലഭിക്കും. നോക്കുന്നത് മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ത് എന്നാണ്. എന്തിനു വേണ്ടിയാണ്? ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കാനാണ്. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കുന്ന ഉപകരണത്തെയാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് വിളിക്കുന്നത്. ഇതിൽ 2 തെർമോമീറ്ററുകൾ യു ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബിനാൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. മാക്സിമം തെർമോമീറ്ററിനുള്ളിൽ രസം എന്ന് വെച്ചാൽ എന്താണ്? മെർക്കുറി താപമേറ്റ് വികസിക്കുന്നു. അത് ലോഹനിർമ്മിതമായ സൂചിയെ തള്ളി ഉയർത്തുകയും ചെയ്യുന്നു. അന്നേ ദിവസം ഏറ്റവും ഉയർന്ന താപനിലയിലേക്ക് നേരെ ഇത് നിൽക്കുന്നു. സൂചികയുടെ സ്ഥാനം നോക്കി ദിവസത്തിലെ ഏറ്റവും കൂടിയ താപനില ഏത് സമയത്തും വായിച്ചെടുക്കാനായിട്ട് പറ്റും. മിനിമം തെർമോമീറ്ററിനുള്ളിൽ മുകൾ ഭാഗത്ത് ആൽക്കഹോൾ നിറച്ചിരിക്കുന്നു. താപനില കുറയുമ്പോൾ ആൽക്കഹോൾ സങ്കോചിക്കുന്നത് കൊണ്ട് സൂചിയെ മുകളിലേക്ക് വലിക്കുന്നു. സൂചികയുടെ സ്ഥാനത്തിൽ നിന്ന് കുറഞ്ഞ താപനില നമുക്ക് വായിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ അവിടെ പടം കാണിച്ചിട്ടുണ്ട്, ലോഹസൂചിക കാണിച്ചിട്ടുണ്ട്, ആൽക്കഹോൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള താപനിലയെ ഉപയോഗപ്പെടുത്തി ഒരു താപവിതരണ ഭൂപടം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരേ താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഒഴുക്കൻ വരകൾ വരച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭൂപടങ്ങളിൽ താപവിതരണം കാണിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഇങ്ങനെ.
ഒരേ അന്തരീക്ഷ താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ വിളിക്കുന്നത് സമതാപരേഖകൾ എന്നാണ്, ഐസോതേംസ് എന്നാണ്. അപ്പോൾ ഈ രേഖകളെ വിളിക്കുന്നത് ഐസോതേംസ് എന്നാണ്. ഇനി നമുക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ള കോളം നമുക്ക് നോക്കാം. താപീയ മധ്യരേഖ എന്താണ് എന്നാണ്. ഭൂമിയിൽ ഏറ്റവും ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് സമതാപരേഖ ഐസോതേംസ് വരച്ചു കഴിഞ്ഞാൽ അത് ഭൂമധ്യരേഖയ്ക്ക് സമീപത്തു കൂടി കടന്നു പോകും. ഈ സാങ്കല്പിക രേഖയെ താപീയ മധ്യരേഖ എന്നാണ് വിളിക്കുന്നത്. തെർമൽ ഇക്വേറ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതാണ് താപീയ മധ്യരേഖ, തെർമൽ ഇക്വേറ്റർ. ഇനി താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ആദ്യം കൊടുത്തിരിക്കുന്നത് അക്ഷാംശ സ്ഥാനമാണ്. എങ്ങനെയാണ് താപവിതരണത്തെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. സൗരോർജം ഏറ്റവും തീക്ഷ്ണമായി ലഭിക്കുന്നത് ഉഷ്ണമേഖലയിലാണ്. ഏറ്റവും തീക്ഷ്ണമായിട്ട് സൗരോർജം ലഭിക്കുന്നത് എവിടെയാണ്? ഉഷ്ണമേഖലയിലാണ്. ഉഷ്ണമേഖലയിൽ സൂര്യരശ്മികൾ ഏറെക്കുറെ ലംബമായിട്ട് പതിക്കുന്നത് കൊണ്ടാണ് അവിടെ ഊർജം ലഭിക്കുന്നത്, കൂടുതൽ ഊർജം ലഭിക്കുന്നത്. ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ആക്സിസിൻ്റെ വെച്ചിട്ടാണ് പറയുന്നത്. സൂര്യരശ്മികൾ ലംബമായിട്ടാണ് ഉഷ്ണമേഖലയിൽ പതിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സൂര്യരശ്മികൾ പതിക്കുന്നതിൻ്റെ ആ ഒരു ചരിവ് എന്താണ്? ധ്രുവങ്ങളോട് അടുക്കും തോറും ചരിവുണ്ടാകുന്നുണ്ട്, കൂടുന്നുണ്ട്. കൂടുതൽ ചരിയും തോറും സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് കൊണ്ട് ഊർജ്ജനഷ്ടം സംഭവിക്കുന്നു. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് അക്ഷാംശ സ്ഥാനമാണ്. ഇനി നോക്കുന്നത് ഉയരം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ടോപ്പോസ്ഫിയറിലെ താപനില ഉയരത്തിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോപ്പോസ്ഫിയർ എന്താ? അന്തരീക്ഷ പാളിയാണ്. ഇതിലെ താപനില ഏറ്റവും താഴെ കാണുന്ന പാളിയാണ്, ഭൂമിയോട് അടുത്ത് കാണുന്നതാണ് അല്ലേ? ഭൗമ ഉപരിതലത്തോട് അടുത്ത് കാണുന്ന പാളിയെയാണ് ടോപ്പോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ്? ഇതിലെ താപനില ഉയരത്തിനനുസരിച്ച് 165 മീറ്ററിന് 1 ഡിഗ്രി സെൽഷ്യസ് വീതമാണ് കുറഞ്ഞു വരുന്നത്. നമുക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരുന്നു. ഇനി സമുദ്ര സാമീപ്യം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ചില നഗരങ്ങളിലെ താപനില ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം കൊടുത്തിട്ടുണ്ട്, ബംഗളൂരു, ഡൽഹി, ഗോവ. മേൽ സൂചിപ്പിച്ച നഗരങ്ങളുടെ സ്ഥാനം അറ്റ്ലസ് നിരീക്ഷിച്ച് മനസ്സിലാക്കാനാണ് പറഞ്ഞേക്കുന്നത്. തിരുവനന്തപുരം, ഗോവ എന്നീ നഗരങ്ങളിലെ താപാന്തരം വളരെ കുറവും ഡൽഹി, ബംഗളൂരു തുടങ്ങിയ ഇടങ്ങളിൽ കൂടുതലുമാണ്. എന്തായിരിക്കാം കാരണം? തിരുവനന്തപുരവും ഗോവ എന്താണ് നമുക്കറിയാം, സമുദ്ര സാമീപ്യമുള്ള സ്ഥലമാണ് അല്ലേ? സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ താപാന്തരം കുറവും ഉൾപ്രദേശങ്ങളിൽ കൂടുതലുമാണ്. കര ചൂടാകുമ്പോൾ കടലിൽ നിന്ന് കരയിലേക്കും കര തണുക്കുമ്പോൾ തിരിച്ചും വായുവിൻ്റെ നീക്കം ഉണ്ടാകുന്നത് കൊണ്ടാണ് സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ സദാ മിതമായ താപം നിലനിൽക്കുന്നത്. താപവിതരണത്തെ സഹായിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ ലാസ്റ്റാണ് ഇനി പറയാൻ പോകുന്നത് കാറ്റുകൾ. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? അക്ഷാംശ സ്ഥാനം, അതുപോലെ ഉയരം, സമുദ്ര സാമീപ്യം. ഇനി ലാസ്റ്റ് കാറ്റുകളാണ് പറയാനുള്ളത്. ഇവിടെ കുറച്ച് വാർത്താ തലക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിലെ ഉഷ്ണക്കാറ്റ് പരക്കെ സൂര്യാഘാതം, അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് ഉഷ്ണക്കാറ്റ് പാലക്കാട് പൊള്ളുന്നു, ശീതക്കാറ്റ് താഴ്വരയിൽ മഞ്ഞുവീഴ്ച. ഇതൊക്കെയാണ് തലക്കെട്ടുകൾ. ഉഷ്ണക്കാറ്റുകളും ശീതക്കാറ്റുകളും അവ കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില യഥാക്രമം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തലക്കെട്ടുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റ് മൂലം എന്താണ്? പാലക്കാട് പൊള്ളുന്നു എന്നാണ്. അപ്പോൾ എന്താണ്? ഈ ഉഷ്ണക്കാറ്റ് അതുപോലെ ശീതക്കാറ്റ് ഒക്കെ എന്താണ്? അവ കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില യഥാക്രമം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാറുണ്ട്. ഇനി പഠിക്കാൻ പോകുന്നത് ആഗോള താപവിതരണം എന്താണ് എന്നാണ്. ഉഷ്ണകാലത്ത് കടലിനെ അപേക്ഷിച്ച് കരയിൽ എങ്ങനെയാണ് ഉയർന്ന താപനിലയും ശൈത്യകാലത്ത് കുറഞ്ഞ താപനിലയും അനുഭവപ്പെടുന്നു? കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത് കൊണ്ടാണ് സമതാപരേഖകൾ പൊതുവെ വളഞ്ഞു കാണപ്പെടുന്നത്. സമതാപരേഖകൾ വളഞ്ഞു കാണാനുള്ള കാരണം എന്താണ്? കരയും കടലും വ്യത്യസ്തമായിട്ട് ചൂട് പിടിക്കുന്നത് കൊണ്ടാണ്. അന്തരീക്ഷ താപനിലയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് മർദ്ദവ്യതിയാനം, കാറ്റുകൾ, മേഘം, വർഷണം തുടങ്ങിയ വിവിധ തരം അന്തരീക്ഷ പ്രതിഭാസങ്ങളിലേക്ക് നയിക്കുന്നത്. അന്തരീക്ഷ താപനിലയിലെ ഏറ്റക്കുറച്ചിലുകളാണ് മർദ്ദവ്യതിയാനം, കാറ്റുകൾ, മേഘം, വർഷണം തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളിലേക്ക് നയിക്കുന്നത്.
ഈ അന്തരീക്ഷ പ്രതിഭാസങ്ങളെ മുഖ്യമായും സ്വാധീനിക്കുന്ന ഒന്നാണ് അന്തരീക്ഷത്തിലെ ജലാംശം. അന്തരീക്ഷത്തിലെ ജലാംശത്തെ എന്താണ് വിളിക്കുന്നത്? ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്നാണ്. വ്യത്യസ്ത പ്രദേശങ്ങളിൽ എന്ന പോലെ വിവിധ സമയങ്ങളിലും ആർദ്രത വ്യത്യസ്തമായിരിക്കും. വായുവിലടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെ കേവല ആർദ്രത എന്നാണ് വിളിക്കുന്നത്. കേവല ആർദ്രത എന്നാൽ എന്താണ്? വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെയാണ് കേവല ആർദ്രത എന്ന് വിളിക്കുന്നത്. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയും. ഇത് ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം എന്ന ഏകകത്തിലാണ്, യൂണിറ്റിലാണ് കണക്കാക്കുന്നത്. ഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ്. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിന് ഒരു പരിധിയുണ്ട്. അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയെ പൂരിത അവസ്ഥ എന്ന് വിശേഷിപ്പിക്കാം. സാച്ചുറേഷൻ ലെവൽ എന്ന് വിശേഷിപ്പിക്കാം. അന്തരീക്ഷം നീരാവി പൂരിതമായി കഴിഞ്ഞാൽ ഘനീകരണം ആരംഭിക്കും. നീരാവി പൂരിതമായി കഴിഞ്ഞാൽ ഘനീകരണം ആരംഭിക്കും. ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെ ഡ്യൂ പോയിന്റ് അല്ലെങ്കിൽ തുഷാരാങ്കം എന്നാണ് വിളിക്കുക. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നുണ്ട്. ഇതിനെ ഈ അനുപാതിക അളവിനെ എന്താണ്? ആപേക്ഷിക ആർദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നാണ് വിളിക്കുക. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നാൽ എന്താണ്? നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത്? നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത് എന്നത് ശതമാനത്തിൽ കണക്കാക്കുന്നതിനെയാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് ഉദാഹരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ എന്തിനാണ്? ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അളക്കാനുള്ള ഉപകരണമാണ്. ഇനി ഉദാഹരണം നോക്കാം. നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ പകുതിയാണ് കേവല ആർദ്രത എങ്കിൽ ആപേക്ഷിക ആർദ്രത 50% ഇതെങ്ങനെയാണ് കണക്കാക്കുന്നത്? കേവല ആർദ്രത ഡിവൈഡ് ബൈ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഗുണം 100 നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആപേക്ഷിക ആർദ്രത ലഭിക്കും. അപ്പോൾ ആപേക്ഷിക ആർദ്രത അളക്കാനുള്ള ഉപകരണം ഏതാണ്? വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. ഓർത്തിരിക്കുക. ഇനി നമുക്ക് കോളത്തിൽ കൊടുത്തിരിക്കുന്ന സബ്ലിമേഷൻ എന്താണ് എന്ന് നോക്കാം. ചില അവസരങ്ങളിൽ അന്തരീക്ഷ താപനില ഗണ്യമായി കുറയുന്നതിനാൽ നീരാവി നേരിട്ട് കാലാവസ്ഥയിലെത്തുന്നു. ഇതാണ് സബ്ലിമേഷൻ. നമുക്കറിയാം എന്താണ്? നീരാവി വെള്ളമായിട്ടാണ് കാലാവസ്ഥയിൽ സാധാരണ എത്തുക. അല്ലാതെ നേരിട്ട് നീരാവി കാലാവസ്ഥയിലേക്ക് എത്തുന്നതിനെ എന്താണ്? സബ്ലിമേഷൻ എന്നാണ് വിളിക്കുക. നമ്മൾ പഠിച്ചിരുന്നു ഘനീകരണം എപ്പോഴാണ് ആരംഭിക്കുന്നത്? അന്തരീക്ഷം പൂരിത അവസ്ഥയിൽ എത്തുമ്പോഴാണ്. അന്തരീക്ഷം പൂരിത അവസ്ഥയിൽ എത്തിയ ശേഷവും നീരാവി അന്തരീക്ഷത്തിൽ എത്തുകയോ താപനില ഗണ്യമായി കുറയുകയോ ചെയ്താൽ നീരാവിക്ക് ഘനീകരണം സംഭവിക്കുന്നു. അപ്പം വിവിധ തരത്തിലുള്ള ഘനീകരണ രൂപങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഹിമം, മൂടൽമഞ്ഞ്, മേഘങ്ങൾ, തുഷാരം. ആദ്യം നോക്കുന്നത് തുഷാരം എന്താണ് എന്നാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് പ്രഭാതങ്ങളിൽ രാവിലെയൊക്കെ പുൽക്കൊടികളിൽ, ഇലകളിൽ, അതുപോലെ തണുത്ത പ്രതലങ്ങളിലൊക്കെ ജലത്തുള്ളികൾ പറ്റിയിരിക്കും. ഇതിനെയാണ് തുഷാരം എന്ന് വിളിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കും. ഇതുമൂലം നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായിട്ട് മാറുന്നതിനെയാണ് എന്താണ്? ഈ തുഷാരമായിട്ട് നമ്മൾ കാണുന്നത്. അടുത്തത് ഹിമം അല്ലെങ്കിൽ ഫ്രോസ്റ്റ് എന്താണ് എന്നാണ്. രാത്രികാലങ്ങളിൽ ഉപരിതല താപം 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായിട്ട് കുറയുന്ന പ്രദേശങ്ങളുണ്ട്. ഇത്തരം പ്രദേശങ്ങളിൽ തുഷാരം രൂപം കൊള്ളുന്നതിന് പകരം നേർത്ത ഹിമക്കണങ്ങളാകും രൂപം കൊള്ളുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഘനീകരണത്തിൻ്റെ ഈ രൂപത്തെ എന്താണ്? ഹിമം, ഫ്രോസ്റ്റ് എന്നാണ് വിളിക്കുക. അപ്പം നമ്മുടെ ഇവിടെയൊന്നുമില്ല. അല്ലാതെ 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ ഇത് കാണാനായിട്ട് സാധിക്കും. ഇനി മൂടൽമഞ്ഞ്, ഫോഗ് അല്ലെങ്കിൽ മിസ്റ്റ് എന്ന് വിളിക്കും. എന്താണ്? ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇതിന് സമാനമായ അന്തരീക്ഷ സ്ഥിതി ശൈത്യകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിസംബർ മാസത്തിലൊക്കെ എന്താണ് കണ്ടിട്ടുണ്ട്? ഇതാണ് മൂടൽമഞ്ഞ്. അന്തരീക്ഷം തണുക്കുന്നതിലൂടെ ഘനീഭവിച്ചുണ്ടാകുന്ന നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു.
ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിലുള്ള പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നു. അങ്ങനെയാണ് മൂടൽമഞ്ഞ് രൂപം കൊള്ളുന്നത്. ഇത് ദൂരക്കാഴ്ചയെ തടസ്സപ്പെടുത്താറുണ്ട്. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച തീരെ കുറവാണ് എങ്കിൽ, അതായത് 1 കിലോമീറ്റർ ദൂരത്തിലും കുറവാണ് എങ്കിൽ അതിനെ കനത്ത മൂടൽമഞ്ഞ് എന്നും, ദൂരക്കാഴ്ച 1 കിലോമീറ്ററിലധികമാണ് എങ്കിൽ നേർത്ത മൂടൽമഞ്ഞ് മിസ്റ്റ് എന്നുമാണ് വിളിക്കുക. അപ്പം കനത്ത മൂടൽമഞ്ഞ് ഫോഗ് എന്ന് വിളിക്കുന്നത് എന്താണ്? നമുക്ക് 1 കിലോമീറ്റർ ദൂരത്തിലും കുറവാണ് ദൂരക്കാഴ്ച എങ്കിൽ, ദൂരക്കാഴ്ച തീരെ കുറവാണെങ്കിൽ എന്താണ്? ഫോഗ് എന്നും, അതുപോലെ ദൂരക്കാഴ്ച 1 കിലോമീറ്ററിലധികമാണെങ്കിൽ നേർത്ത മൂടൽമഞ്ഞ് എന്നുമാണ് വിളിക്കുക. ശൈത്യകാലത്ത് മൂടൽമഞ്ഞ് കാരണം വടക്കേ ഇന്ത്യയിൽ വിമാനത്താവളങ്ങൾ താൽക്കാലികമായിട്ട് അടച്ചിടാറുണ്ട്. നമ്മൾ ഫോഗ് അല്ലെങ്കിൽ മിസ്റ്റ് എന്താണ്, മൂടൽമഞ്ഞ് എന്താണ് എന്നാണ് നോക്കിയത്. ഇനി സ്മോഗ് എന്നൊരു പദം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടി കലർന്ന സ്മോക്കും ഫോഗും കൂടെ കൂടി കലർന്ന സ്മോഗ് എന്ന അന്തരീക്ഷ അവസ്ഥ രൂപം കൊള്ളുന്നുണ്ട്. ഇത് ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കാറുമുണ്ട്. അതാണ് സ്മോഗ് എന്ന് പറയുന്നത്. എന്താണ്? വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടെ കൂടി കലർന്നാൽ ഉണ്ടാവുന്നതാണ് സ്മോഗ്. ഇനി നമ്മൾ മേഘങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ചാണ് മേഘം രൂപം കൊള്ളുന്നത്. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലുപ്പം ഏകദേശം 0.001 സെൻറ്റിമീറ്ററിൽ താഴെയാണ്. അതിനാലാണ് അവയ്ക്ക് താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനായിട്ട് സാധിക്കുന്നത്. ആകാശത്തിൽ വിവിധ തരം മേഘങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ മേഘങ്ങളുടെ പേരുകളാണ് ഈ പഠിക്കാൻ പോകുന്നത്. 4 തരത്തിലുള്ള മേഘങ്ങളെ പറ്റിയാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. സിറസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ, ക്യുമുലസ് മേഘങ്ങൾ, നിംബസ് മേഘങ്ങൾ. അതിൽ സിറസ് മേഘങ്ങൾ എങ്ങനെയാണ്? തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ കാണപ്പെടുന്നവയാണ്. ഇത് വളരെ ഉയരങ്ങളിലായിട്ട് നേർത്ത തൂവൽ കെട്ടുകൾ പോലെയാണ് കാണുക. ഇനി സ്ട്രാറ്റസ് മേഘങ്ങളാണെങ്കിൽ കനത്ത പാളികളായിട്ട് താഴ്ന്ന വിതാനങ്ങളിലായിരിക്കും കാണപ്പെടുക. ക്യുമുലസ് മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന മേഘങ്ങളാണ്. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായിട്ട് രൂപം കൊള്ളുന്ന തൂവൽ കെട്ടുകൾ പോലെയുള്ള മേഘങ്ങളാണ്. ഇനി നിംബസ് മേഘങ്ങൾ എങ്ങനെയാണ്? താഴ്ന്ന വിതാനത്തിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളെയാണ് നിംബസ് മേഘങ്ങൾ എന്ന് വിളിക്കുക. ജലകണികകൾ സാന്ദ്രമായതിനാൽ എന്നുവെച്ചാൽ സാന്ദ്രത കൂടുതലുള്ളത് കൊണ്ട് ഇത് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. മുകളിൽ സൂചിപ്പിച്ച മേഘങ്ങൾ സ്വതന്ത്രമായിട്ടല്ല പൊതുവെ കാണപ്പെടുന്നത്. വിവിധതരം മേഘങ്ങൾ കൂടിച്ചേർന്നാണ്. പലപ്പോഴും നമുക്ക് ദൃശ്യമാകുന്നത് ക്യുമുലസ്, നിംബസ് എന്നീ മേഘങ്ങൾ കൂടിക്കലർന്ന് ക്യുമുലോ നിംബസ് മേഘങ്ങളായിട്ടൊക്കെയാണ്. അപ്പം മേഘങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. സിറസ് മേഘത്തിൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഉയർന്ന തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ ഉയർന്ന തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ. ഇനി സ്ട്രാറ്റസ് മേഘങ്ങളാണെങ്കിൽ താഴ്ന്ന വിതാനത്തിലാണ് കാണപ്പെടുക. എങ്ങനെയാണ്? കനത്ത പാളികളായിട്ട് കാണപ്പെടുന്നു. ഇനി ക്യുമുലസ് മേഘങ്ങളാണ്. ക്യുമുലസ് മേഘങ്ങൾ എങ്ങനെയാണ്? ഉയർന്ന സംവഹന ഫലമായിട്ട് പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ്. നിംബസ് മേഘങ്ങളാണെങ്കിൽ മഴമേഘങ്ങളാണ്. മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള മേഘങ്ങൾ വിവിധ ഉയരങ്ങളിലായിട്ടാണ് രൂപപ്പെടുന്നത്. ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. ഹൈ ക്ലൗഡ്സ്, മീഡിയം ക്ലൗഡ്സ്, അതുപോലെ ലോ ക്ലൗഡ്സ്, ക്ലൗഡ്സ് വിത്ത് എ ഗ്രേറ്റ് വെർട്ടിക്കൽ എക്സ്റ്റൻറ്റ്. അങ്ങനെ 4ആയിട്ട് നമുക്ക് തിരിക്കാം. മേഘങ്ങളിൽ ജലകണികകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ജലകണികകൾക്ക് പിന്നീട് എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. തുടർച്ചയായിട്ട് നടക്കുന്ന ഘനീകരണം മേഘങ്ങളിലെ ജലകണികകളുടെ വലുപ്പം കൂട്ടും. ഭൂഗുരുത്വത്തെ പ്രതിരോധിക്കാനാകാതെ വരുമ്പോൾ മേഘങ്ങളിൽ നിന്നും ജലത്തുള്ളികൾ മോചിപ്പിക്കപ്പെടുകയും അത് വിവിധ രൂപങ്ങളിൽ ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് വർഷണം എന്ന് പറയുന്നത്. വിവിധ രൂപങ്ങളിലായിട്ടാണ് വർഷണം നടക്കുന്നത്. സാധാരണയായിട്ട് എങ്ങനെയാണ്? ജലത്തുള്ളികളുടെ രൂപത്തിലാണ്. ഇതിനെയാണ് മഴ എന്ന് വിളിക്കുന്നത്. അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെ ആയിരിക്കുമ്പോൾ വർഷണം നേർത്ത ഹിമകണങ്ങളായിട്ടാണ് ഭൂമിയിലെത്തുന്നത്. അതിനെ മഞ്ഞ് വീഴ്ച എന്നാണ് വിളിക്കുക. ചിലപ്പോൾ മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ജലത്തുള്ളികൾ അന്തരീക്ഷത്തിൻ്റെ തണുത്ത പാളികളിലൂടെ കടന്നു പോകാനിടയായാൽ അവ തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളായിട്ട് ഭൂമിയിൽ പതിക്കാറുണ്ട്. ഈ വർഷണ രൂപമാണ് ആലിപ്പഴം എന്ന് വിളിക്കുന്നത്. ഇനി 3 തരത്തിലുള്ള മഴകളാണ് നമ്മൾ നോക്കുന്നത്. ശൈലവൃഷ്ടി,
സംവഹന വൃഷ്ടി, തീരദേശ മഴ. ആദ്യം നോക്കുന്നത് ശൈലവൃഷ്ടിയാണ്. കടലിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുകയും പർവ്വതച്ചരിവുകളിലൂടെ ഉയർന്ന് തണുത്ത് ഘനീഭവിച്ച് മേഘരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. കാറ്റിന് അഭിമുഖമായിട്ട് ഉള്ള പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതുകൊണ്ട് അവിടെ മഴ ലഭിക്കുന്നില്ല. ഇത്തരത്തിലുള്ള മഴയാണ് പർവ്വതവൃഷ്ടി അല്ലെങ്കിൽ ശൈലവൃഷ്ടി എന്ന് പറയുന്നത്. പർവ്വതങ്ങളുടെ കാറ്റിന് പ്രതിമുഖമായ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതും മഴ ലഭിക്കാത്തതുമായിട്ടുള്ള പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അടുത്തത് നോക്കുന്നത് സംവഹന വൃഷ്ടിയാണ്. സംവഹനം നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? ഉയർന്ന താപമേറ്റ് വായു ചൂടായി വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതാണ് സംവഹനം എന്ന് പറയുന്നത്. അന്തരീക്ഷ താപത്താൽ വികസിച്ച് മുകളിലേക്ക് ഉയരുന്ന വായു തണുത്ത് ഘനീഭവിച്ച് ക്യുമുലസ് മേഘങ്ങൾ രൂപപ്പെടുന്നു. തുടർന്ന് ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകുന്നു. സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന ഈ മഴ നേരം നീണ്ടു നിൽക്കാറില്ല. ഇത്തരത്തിലുള്ള മഴയെ സംവഹന മഴ എന്നാണ് വിളിക്കുന്നത്. സംവഹന മഴ ഉഷ്ണമേഖലയിലെ ഒരു സാധാരണ ഉഷ്ണകാല പ്രതിഭാസമാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് തീരദേശ മഴയാണ്. നമുക്കറിയാം, കടലിനും കരയ്ക്കും മുകളിലുള്ള അന്തരീക്ഷ താപനില വ്യത്യസ്തമായിരിക്കും. കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുമായി കൂട്ടിമുട്ടാനിടയായാൽ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തുടർന്ന് മേഘരൂപീകരണത്തിനും മഴയ്ക്കും കാരണമാവുകയും ചെയ്യും. ഈ മഴയാണ് തീരദേശ മഴ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.